ഏറ്റവും പ്രമുഖ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറായി മാറിയിട്ടുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ മേഖലയിലെ മത്സരങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്ന് കേബിൾ ടി വി മേഖലയിലും ബ്രോഡ്ബാൻഡ് മേഖലയിലും അതുപോലെ തന്നെ മാധ്യമ മേഖലയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുവരവിനെ ചെറുത്ത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചെറുകിട മാധ്യമ രംഗം മുഴുവൻ, ചെറുകിട എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു ലയനം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ. ഡിസ്നിയുടെ ഭാഗമായിട്ടുള്ള വാൾട്ട് ഡിസ്നിയുടെ ചാനലുകളും അതുപോലെ തന്നെ ജിയോയുടെ ഗ്രൂപ്പായിട്ടുള്ള വയാകോം 18 തമ്മിലുള്ള ഒരു ലയനം. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് 65% മീഡിയയും മാധ്യമ ചാനലുകളും ഇന്ന് റിലയൻസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ബാക്കി നിൽക്കുന്ന 35% വരുന്നതിൽ തന്നെ കോർപ്പറേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന കുറേ ചാനലുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഭാഗമല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുമുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചാനലുകൾക്കൊക്കെ തന്നെ അവരുടെയൊക്കെ നിലനിൽപ്പ്, പ്രത്യേകിച്ചും അവരുടെ അതിജീവനം, അത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടതാണ്. കേരള വിഷന്റെ പ്ലാറ്റ്ഫോമുകളിൽ തീർച്ചയായും വളരെ നല്ല രീതിയിലുള്ള സഹകരണം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ കോർപ്പറേറ്റ് വൽക്കരിക്കാത്ത ചാനലുകളോട് കൂടി നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ അസോസിയേഷനും കേരള വിഷൻ പ്ലാറ്റ്ഫോമുമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അപ്പം അങ്ങനെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിർണായകമായ ഒരു സ്വാധീനം ഉള്ള കമ്പനികളെ നയിക്കുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സംസ്ഥാന കൺവെൻഷന് വളരെ പ്രാധാന്യമുണ്ട്. ഈ 2 ദിവസം ഫെബ്രുവരി മാസം 5, 6 തീയതികളിലായിട്ട് നമ്മുടെ വഴുതക്കാടുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറാണ്. അതേപോലെ തന്നെ ശ്രീ ആന്റണി രാജു ആയിരിക്കും ആ കൺവെൻഷന്റെ അധ്യക്ഷനാവുക. അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ റിപ്പോർട്ടിങ്ങും അതുപോലെ ബിസിനസ് ചർച്ചകളുമൊക്കെ തുടർന്നുണ്ടാവും. 6-ാം ദിവസം, രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അവിടെ വെച്ച് കേരളത്തിൽ കേരള വിഷന്റെ പുതിയൊരു പ്രൊജക്ട് KV കണക്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊരു പുതിയൊരു പ്ലാൻ, അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. അതേപോലെ തന്നെ ഇത്തവണ കേരള ടെലിവിഷൻ അവാർഡ്, അതിലെ മികച്ച ആങ്കറിനുള്ള അവാർഡ് കിട്ടിയത് കേരള വിഷൻ ന്യൂസിലെ ബനേഷിനാണ്. അദ്ദേഹത്തിനുള്ള പുരസ്കാര വിതരണം അടക്കം ആ ചടങ്ങിലുണ്ടാവും. ഈ 2 ദിവസവും അടുത്ത വരും കാലഘട്ടങ്ങളിൽ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അവിടെ ഏത് തരത്തിലുള്ള സമീപനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള വിശദമായ ചർച്ചകളാണ് കൺവെൻഷനിൽ നടക്കുക. അപ്പോൾ അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും മാധ്യമ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ വിജയത്തിനായിട്ട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് നേരിട്ട് കണ്ട് പറയുന്നതിനായിട്ടാണ്, നമ്മൾ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും സന്തോഷം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു പ്രസ് റിലീസ് തന്നിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ എൻ്റെ പേര് പ്രവീൺ മോഹൻ എന്നാണ്. ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റാണ്.
അതുപോലെ എൻ്റെ അടുത്ത സൈഡിലിരിക്കുന്നത് ബിനു ശിവദാസ്. അദ്ദേഹം സംസ്ഥാന ട്രഷററാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ സ്വാഗതസംഘത്തിന്റെ ജനറൽ കൺവീനർ കൂടിയാണ്. വലത് സൈഡിലിരിക്കുന്നത് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, ബിജുകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതുപോലെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ജയകുമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ജില്ലാ പ്രസിഡന്റ് കമാലുദ്ദീനും ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പോരെ, താങ്ക് യു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം.